ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഫാൻ ക്ലീൻ ചെയ്യാം. ബെഡ്റൂമിലാണ്, പിള്ളേരുടെ ബെഡ്റൂമിൽ. അപ്പം ഞാൻ നേരത്തെ ഒരു ബെഡ്റൂം ഞങ്ങളുടെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത് അധികം ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് വീണ്ടും ക്ലീനിങ് വീഡിയോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ബെഡ്റൂമിൻ്റെ അത് ഇടുന്നതാണ്. ഇനിയും ചെയ്യാം വേറെ ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ ഫാനിൻ്റെ ലീഫിൽ ഒരു കൈ വെച്ചിട്ട് ഇടത്തെ കൈ വെച്ചിട്ട് ഫാനിൻ്റെ ലീഫിൽ ഒരെണ്ണത്തിൽ പിടിച്ച് മറ്റേ കൈ നനഞ്ഞ തുണി വെച്ച് അങ്ങോട്ട് ലീഫ് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യണം. ലാഡർ ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. ഞാൻ വേറെ രീതിയിൽ ചെയ്യാറില്ല. എനിക്ക് ലാഡറിലോട് ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. നനഞ്ഞ തുണി ഇത്തിരി വലിയ തുണി എടുത്താൽ മതി, കുഞ്ഞു തുണിയൊന്നും എടുക്കരുത്. അപ്പോൾ അതേ ഫാൻ ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ മറ്റേ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം, ഞാൻ ഇതിനകത്ത് AC-യുടെ ആ ക്ലീനിങ്ങും അതിൻ്റെ പുറം വശമൊക്കെ തുടച്ച് അതിൻ്റെ അകത്തുള്ള ഈ നെറ്റ് ഇത് കാറ്റിൻ്റെ വന്ന ഫിൽറ്റർ അത് ഞാൻ എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യണേണ്. അപ്പോൾ ഇതെങ്ങനെ എടുക്കണമെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു കൊളുത്ത് പോലെ ഉണ്ട്, അതങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മീതെയൊക്കെ തുടച്ചു. അപ്പോൾ ഞാൻ ഫാൻ തുടച്ചില്ലേ, ആ ലാഡറും കൊണ്ട് നീക്കി വെച്ചിട്ട് അലമാരുടെ മീതയിലൊന്ന് തുടച്ചേട്ടാ. അപ്പോൾ അലമാരുടെ മീതയിലൊക്കെ ഒരുപാട് പൊടി കിടക്കും. അപ്പോൾ ഇതിനകത്ത് അധികം നമ്മൾ പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാകുന്ന സാധനം അധികം ഇല്ല, കാരണം ഞങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്യണുള്ളൂ. ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ ക്ലീൻ ചെയ്തായിരുന്നത്, അപ്പോൾ അധികം പിടിച്ചിട്ടില്ല. സാധാരണ നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിലൊക്കെ ഒന്നെടുത്ത് നോക്കിയാൽ കാണാം, ഒരുപാട് പഞ്ഞിക്കെട്ട് പോലെ ഇതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നന്നായിരിക്കുള്ളൂ, കാരണം തണുപ്പ് കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ തണുപ്പിൻ്റെ ഇത് കുറഞ്ഞ് നമ്മുടെ കറണ്ട് വെറുതെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഡിറ്റർജൻ്റ് ഇട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിയതിന് ശേഷം കുടഞ്ഞ് വെള്ളമൊന്നും കളഞ്ഞിട്ട് ഉണക്കാനൊന്നും നിന്നില്ല, കാരണം എനിക്ക് വീഡിയോ പിടിക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഉണക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് എടുത്ത് വെക്കുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പാണ് കേട്ടോ. ഒരു സൈഡ് ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് ഉള്ളതുണ്ട്, അത് ആ നമ്പറൊക്കെ വരില്ലേ, അതിൻ്റെ അടിയിലാണ് ഈ സ്പോഞ്ച് ഉള്ളത്. അപ്പോൾ എടുക്കാൻ നേരത്ത് അതൊക്കെ ശ്രദ്ധിച്ച് ഓർമ്മയിൽ വെച്ചേക്കണം, അങ്ങോട്ട് ഇങ്ങോട്ടും മാറിപ്പോകരുത്. അങ്ങനെയൊക്കെ മാറിപ്പോകുമ്പോഴാണ് ഓരോ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് പുള്ളി ചെയ്യും, എങ്കിലും ഞാൻ ഇത് വീഡിയോ ഒക്കെ ചെയ്യണതുകൊണ്ട് പുള്ളി എന്നോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളി തന്നെയൊക്കെ ചെയ്യണം. അപ്പോൾ കർട്ടൻ തുണി ഇനി എടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് തുടച്ച്, അതായത് മുകളിലുള്ളത് ആദ്യം ചെയ്തിട്ട് താഴേക്ക് തുടച്ച് വരണം. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ ആദ്യം തുടച്ച് പിന്നെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആഴക്ക് പിന്നെ താഴേക്ക് വരും. അപ്പോൾ ആദ്യം മുകളിലുള്ള ക്ലീനിങ് ആദ്യം ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കർട്ടൻ മാറ്റി, അത് ഹസ്ബൻഡാണ് കർട്ടൻ മാറ്റി തന്നത്. അപ്പോൾ പുള്ളി അത് വേഗം തന്നെ ചെയ്ത്, എനിക്ക് ഒട്ടും തന്നെ ഇല്ല, പുള്ളിക്ക് നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ലാഡറൊന്നും വേണ്ട, പുള്ളി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ കർട്ടൻ തുണി എടുത്തിട്ട് ഞാൻ മെഷീനിൽ ഇട്ടപ്പോഴത്തേക്ക് ഒരു പണി കിട്ടി. ഇത് കണ്ട നിറയെ പതയിപ്പ്. ഇങ്ങനെ പത വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസർ വർക്ക് ചെയ്യില്ല, വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സെൻസർ ചെയ്യാത്തതുകൊണ്ട് ഇതിനെ വാഷ് ചെയ്യണം, റിൻസ് ചെയ്യണം എന്നുള്ളതും മെഷീന് മനസ്സിലാവില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പതയൊക്കെ തന്നെ അടങ്ങി. പത അടങ്ങി കഴിഞ്ഞ് രണ്ടാമത് ഓൺ ചെയ്തപ്പോൾ പിന്നെ വാഷായി കിട്ടി. അപ്പോൾ വളരെ കുറച്ച് ഡിറ്റർജൻറ്റ് മാത്രമേ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ കേട്ടോ. എൻ്റെ മെഷീൻ ഇതാണ്. ഇത് ഒരുപാട് ഓപ്ഷനൊക്കെ ഉള്ള നല്ല മെഷീനാണ്. പക്ഷേ എന്താണ്, ഞങ്ങളിവിടെ കോസ്റ്റൽ ഏരിയയിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് കാറ്റടിക്കും, കടൽ തീരമായതുകൊണ്ട്. അപ്പോൾ ഉപ്പ് കാറ്റടിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മെഷീൻ്റെ പുറം വശമൊക്കെ പെട്ടെന്ന് തന്നെ, മെഷീൻ എന്നല്ല ഒരുവിധപ്പെട്ട ഇരുമ്പിൻ്റെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കേടായി പോയിക്കൊണ്ടിരിക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ എല്ലാ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പം അത് ഞാനിപ്പോൾ അഴയിലിട്ട് അത് ഉണങ്ങിയപ്പോൾ ഇത് കയറ്റണതിന് മുൻപ് തന്നെ നമ്മളുടെ ജനലുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേക്കണം. ജനലുകളെല്ലാം ഞാൻ വെറുതെ വെള്ളം നനച്ച് തുടക്കുകയാണ്. അപ്പോൾ ജനൽ തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല വെളിച്ചമൊക്കെയുള്ള സമയത്ത് തുടക്കുക, അതല്ലെങ്കിൽ ഈർപ്പം അതിൽ കെട്ടി നിന്നിട്ട് ഫംഗസ് ഉണ്ടാകും, വെള്ള പാട് വരും. അതുകൊണ്ട് എപ്പോഴും ജനലൊക്കെ തുറന്നിട്ട് നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടക്കാനൊക്കെ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ജനൽ ചില്ലുകൾ തുറക്കുമ്പോഴും ഒരുവിധം നല്ല ഇതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാടൊക്കെ വീഴും ഇതുപോലേക്ക്. ഇതൊക്കെ ഒരു 2 ചെറിയ ജനലും 3 പാളിയുള്ള ഒരു വലിയ ജനൽ, 2 പാളിയുള്ള ഒരു ജനൽ, 3 പാളിയുള്ള ഒരു ജനൽ, അതാണ് ആ ബെഡ്റൂമിലുള്ള. പിന്നെ നമ്മുടെ അലമാരയുടെ പുറംവശമൊക്കെ ഒന്ന് തുടച്ച്, പിന്നെ നമ്മളുടെ ഇതുണ്ട് ഒരു ഡോറുണ്ട്, ആ ഡോറും എല്ലാം തുണി നനച്ച് തുടച്ചേക്കണം. പിന്നെ കട്ടിലിൻ്റെ ക്രാസിയൊക്കെ ഇല്ലേ, ആ ക്രാസി ഭാഗങ്ങളൊക്കെ എല്ലാം തുടച്ചേക്കണം, അല്ലെങ്കിൽ പൊടി ഉണ്ടാവും എല്ലായിടത്തും. തുടക്കാൻ നേരത്തെ എല്ലാ സ്ഥലത്തെയും തുടച്ചേക്കണം. അപ്പോൾ ഏറ്റവും അവസാനം ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റുക. ബെഡ്ഷീറ്റ് ഏറ്റവും അവസാനം മാറ്റിയാൽ മതി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റി കുടഞ്ഞു കഴിഞ്ഞിട്ട് അത് മാറ്റി തറയും തുടച്ച്, തറ ഒന്ന് അടിച്ചിട്ട് ഒന്ന് തുടച്ചാൽ മതി.
ഇവിടെ എപ്പോഴും തറ തുടക്കൽ ഡെയിലിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇവിടെ 3-4 പ്രാവശ്യമൊക്കെ തറ തുടക്കണത് കൊണ്ട് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ല. കാരണം ഇവിടെ ഈ വിൻ്ററിൻ്റെ ടൈമിൽ ഭയങ്കര പൊടിയാണ് ഞങ്ങൾക്കിവിടെ. അപ്പോൾ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് കാണിക്കുന്നില്ലേ, എൻ്റെ ഫസ്റ്റ് വീഡിയോ എൻ്റെ യൂട്യൂബിൻ്റെ തുടക്കം ഈ ബെഡ്ഷീറ്റ് വിരിക്കണതാണ്. അത് നിങ്ങളൊന്ന് എടുത്ത് നോക്കട്ടെ, 1 മിനിറ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ 4 അരികിലും 4 മൂലക്കും ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ കെട്ടിട്ടിട്ടാണ് ഞാൻ വിരിക്കണത്. എന്നിട്ട് ഈ ഓരോ കെട്ടും ഓരോ മൂലക്കും ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബെഡ്ഷീറ്റ് വിരിക്കണത്. അപ്പോൾ ഇത് 4 വശത്ത് വരെ കെട്ടിടുക. അതാ ഓരോ കെട്ടും ഓരോ മൂലക്ക് ബെഡിൻ്റെ അടിയിലേക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞ് നീറ്റായി മുറി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വലിച്ചൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിടന്ന് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കും. ഇത് നമ്മളുടെ ആ സെറ്റിമേൽ ഞാൻ വിരിച്ചിട്ടില്ലേ നേരത്തെ, ആ ബെഡ്ഷീറ്റ് തന്നെയാണ്. അത് കഴുകി മാറ്റിയപ്പോൾ നമ്മൾക്ക് സെറ്റി കവറൊക്കെ ഇല്ലേ, ആ കവറൊക്കെ ഇട്ടാണ് ഞാൻ വെച്ചേക്കണം. അപ്പോൾ അങ്ങനെ ഭംഗിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് പിള്ളേരുടെ റൂമാണിത്. അപ്പോൾ പിള്ളേർക്ക് തുമ്മലും ഒക്കെ ചെറുതിന് ഇളയവിന് ഇത്തിരി തുമ്മൽ വന്നു. അപ്പം ഞാൻ വേഗം ഇതെല്ലാം കർട്ടനൊക്കെ മാറ്റിയില്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ രാത്രി ഫാൻ ഇടുമ്പോൾ കർട്ടനൊക്കെ കിടന്ന് ആടൂലേ, അപ്പോൾ അതിലുള്ള പൊടിയൊക്കെ ഇങ്ങനെ പറന്ന് മൂക്കിലൊക്കെ കയറും. അപ്പോഴാണ് ഈ തുമ്മലൊക്കെ വരണത്. ഇത്രയേ ഉള്ളൂ. പിന്നെ അത് ഞങ്ങളുടെ ഹാളാണ്. അപ്പോൾ ഇനി ഇതിനകത്തുള്ള ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ ക്ലീനിങ് ഞാൻ കാണിച്ചില്ല, കാരണം ബാത്റൂം എല്ലാം ക്ലീനായി കിടക്കണേന്. അതുകൊണ്ട് പിന്നെ ഞാനത് ക്ലീൻ ചെയ്യാനൊന്നും കയറിയില്ല, നീറ്റായിട്ട് കിടക്കണം എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസം ഓരോ റൂമൊക്കെ ഇങ്ങോട്ട് ക്ലീൻ ചെയ്യലിൽ ഓരോരോ ദിവസം വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമ്മളാകെ കഷ്ടത്തിലാണ്. ഒരു റൂമിൽ കയറി അതിൻ്റെ മാത്രം ജനൽ കർട്ടൻ എടുക്കുക, അപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.